അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എങ്ങനെ മറ്റുള്ള സമുദായം നമ്മളെ പരിഹസിക്കാതിരിക്കുക, എങ്ങനെ മറ്റുള്ളവർ ചിരിക്കാതിരിക്കുക, എങ്ങനെ നമ്മളുടെ ദീനിന് ഒരു ജനങ്ങളുടെ ഇടയിലുള്ള സ്ഥാനങ്ങൾ കുറച്ച് കാണിക്കാതിരിക്കുക, ഈ രൂപത്തിലല്ലേ കാട്ടിക്കൂട്ടുന്നത്? ഈ രൂപത്തിലാണല്ലേ കാട്ടിക്കൂട്ടണത്. ഇതിപ്പോൾ ആരാന്ന് വെച്ചാൽ ചെയ്യുന്നത് മുഴുവൻ ഔലിയാക്കന്മാരെ പേര് വിളിച്ച്, മുഴുവൻ അമ്പിയാക്കന്മാരെ പേര് വിളിച്ച് ചിരിച്ച് കളിച്ച് നൂറെ ഹബീബ് എന്ന് പറഞ്ഞ തങ്ങളുടെ അനുജനാണ് അയാളിപ്പോൾ ഒരു പുതിയ കൊടിമരൊക്കെ കുത്തിയാണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ഖലീഫായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ കാട്ടിയ പ്രവർത്തനം തീരെ ശരിയായില്ല, ചെയ്ത പ്രവർത്തനം തീരെ ഒരിക്കലും ശരിയായില്ല. നിങ്ങൾ അങ്ങനെ ചിരിക്കാനും ഇതൊക്കെ പൂതിയുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ആ ഫോണിൽ നോക്കിയാണ്ട് നിങ്ങൾ ലൈവ് വെച്ചിരിക്കുകയാണല്ലോ, നിങ്ങളെ ലൈവ് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ആളുകൾ. ആ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നു? അതൊന്ന് ഓഫാക്കാമായിരുന്നു. അതൊന്ന് കണ്ടോ കാണി, അതാ കാണുന്നത്. ووسيلتنا إلى الله يا شيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز سلطان العارفين أحمد الكبير الرفاعي قدس الله سره العزيز سلطان الهند هاجا غريب نواس سلطان الهند هاجا معين الدين جشتي الأجميري قدس الله سره العزيز ميران شاه الحميد ناغوري قدس الله سره. ഒരുപാട് സാദാത്യങ്ങളെ, ഒരുപാട് സയ്യിദന്മാരെ, ഒരുപാട് ഔലിയാക്കന്മാരെങ്ങനെ വിളിക്കുക. എന്നിട്ട് അടുത്ത് ചിരിച്ചുകാണ്ട് ചിരി നിൽക്കാത്തതിൻ്റെ പേരിൽ അടുത്തൊരു മൂല്യരുണ്ട്. അയാൾക്ക് ചിരിൻ്റെ നേരമ്പം കൊണ്ട് പൊട്ടിയിട്ട് അയാൾ അവിടുന്ന് എണീറ്റ് ഉള്ളിൽ പോയിക്കാണ്ട് ബാത്റൂമിൽ പോയിക്കാണ്ടാന്ന് തോന്നുന്നുണ്ട്, കുറച്ച് ചിരിച്ചുകാണ്ട് ആ ചിരിയൊക്കെ അവിടെ ഇട്ടുകാണ്ട് ചിരി കൊടുത്തുകാണ്ട് പോന്നു. പിന്നെയും അവിടെ വന്നിരുന്നപ്പോൾ പിന്നെയും മൂപ്പർക്ക് ചിരി വരികയാണ്. ചിരി പിന്നെ ആവശ്യമില്ലാതെ ചിരി വരിക. എന്തൊരു കഷ്ടം റബ്ബുൽ തമ്പുരാനെ. ചിരിച്ചെന്നെ കണ്ടില്ല നിങ്ങൾ? ചിരിച്ചിനെ പോലെ കണ്ടില്ല നിങ്ങൾ? ഇതൊക്കെ സംഭവം സത്യത്തിൽ ആരാ അതൊക്കെ ചെയ്യുന്നത്? വലിയ പേര് പറഞ്ഞുകാണ്ട്, വലിയ സദസ്സിൻ്റെ പേര് പറഞ്ഞുകാണ്ടാണ് ഈ കാട്ടിക്കൂട്ടുന്നതും മുഴുവനും. ഈ ഇയാൾ ശരിക്കും ഇയാളാണ് ലൈവ് തുറന്നു വെച്ചിരിക്കുന്നത്. ഈ തങ്ങൾക്കെന്നാ ആ ചിരി വന്ന സമയത്ത് ലൈവൺ കട്ടാക്കിയാൽ മതി. ചിലപ്പോൾ വല്ല കുട്ടികൾ എന്തെങ്കിലും കോപ്പറാട്ടിത്തരം കാട്ടിയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ചിരി വരും. നമ്മളെ മുന്നിൽ വന്നിട്ട് ചെറിയ കുട്ടികൾ ചിലപ്പോൾ വല്ല കോപ്പറാട്ടിത്തരം കാട്ടിയാൽ നമുക്ക് ചിരി വരും. അത്ര വലിയ ഈമാനും ഇഖ്ലാസിലൊന്നും ആവില്ലല്ലോ നമ്മൾ. അപ്പോൾ നമുക്ക് ചിരി വരും, സ്വാഭാവികമാണ്. അങ്ങനെ ചിരി വരുമ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ മൂപ്പർക്ക് അത് അവിടെ കട്ടാക്കിയാൽ മതി, ആ ലൈവൺ കട്ടാക്കിയാൽ മതി. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് തിരിച്ചു വെച്ചാൽ മതി. എന്നിട്ട് ആ ചിരിച്ചണ രംഗം ആ യൂട്യൂബ് സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കി കുരുങ്ങി ചിരിച്ചണത്, പരിഹസിക്കണത് ജനങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. എത്ര മോശം അതൊക്കെ. എന്താണ് ഈ ദീനിനെ കൊണ്ട് കൂട്ടരെ നിങ്ങൾ കണ്ടിരിക്കണത്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം നിങ്ങൾ കരുതിയിരിക്കണത്? ഈ കളിക്കുട്ടിയാണോ? പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അദാബിനെ തൊട്ട് കാക്കട്ടെ. ഈ ആദി കാട്ടിക്കൂട്ടലും ഇപ്പോൾ ജ്യേഷ്ഠൻ കാട്ടണത് കണ്ടുകാണ്ട് ജ്യേഷ്ഠൻ്റെ അവിടുന്ന് വേണ്ടത്ര കിട്ടുന്നുണ്ടാവില്ല. എന്നാലും അവിടെ ഇരുന്ന് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മൂപ്പര് വേറെ തുടങ്ങിയിട്ടുണ്ട്. സംഗതികളൊന്നും ഇപ്പോൾ നമ്മൾ എതിർക്കണമൊന്നുമില്ല. കാരണം അവനാൻ്റെ മഈശത്തായിക്കോട്ടെ, എന്നാൽ കുറച്ച് ആൾക്കാർ ഖുർആൻ ഓതലും ദിക്റിലൊക്കെ അങ്ങനെ നടന്നു വരും. അതുപോലെ തന്നെ ഇനി നൂറെ ഹബീബാണെങ്കിലും അങ്ങനെ തന്നെ കുറച്ച് ആൾക്കാരെ കൊണ്ടൊക്കെ പാത്തി ഓദിച്ച് ദിക്റില്ലിച്ച് ദുആ ചൊല്ലിയാണ്ട് ചിലപ്പോൾ വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോട്ടെ. അത് പാവപ്പെട്ടവർക്കും കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ നമുക്ക് കൂട്ടിവെക്കാം. പക്ഷേ ഈ പരിഹാസം അത് ശരിയായില്ല. ചൂഷണത്തിൻ്റെ മുകളിൽ ദീനിനെ പരിഹസിക്കുകയും ചെയ്യുക, അതൊരു ശരിയായില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഏതായാലും പടച്ചോൻ നല്ല രൂപത്തിൽ നമ്മളെ ദീനിനെ കൊണ്ടെടുത്തുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ദീനിനെ പരിഹസിക്കുന്ന ആളുകളെ തൊട്ട് പടച്ച റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.